ചേന്ദമംഗല്ലൂർ ഉദയമംഗലം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹവും സൗഹൃദവും ശക്തിപ്പെടുത്തി ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ഇസ്ലാഹിയ അസോസിയേഷൻ പ്രസിഡന്റ് കെ സുബൈർ പെരുന്നാൾ ഖുത്ബ നടത്തി. ഈദ് ഫിത്ർ ആഘോഷിക്കുമ്പോൾ ലോകത്തെ നാനാഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങളെ നാം ഓർക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അവരുടെ പ്രയാസങ്ങൾ നാം നെഞ്ചേറ്റതുണ്ട്. അവർക്കായി നിറഞ്ഞ പ്രാർത്ഥനകൾ ഇത്തരം ഈദ് സംഗമത്തിലുണ്ടാവണം. ഈ ശുഭദിനത്തിൽ ഗസയിലും പശ്ചിമേഷ്യയിലെ പല ഭാഗങ്ങളിലും സഹോദരങ്ങൾ വേദനകൾ അനുഭവപ്പെട്ട് ദുരിതവും കഷ്ടപ്പാടുകളുമായി ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടുന്നത് ലോകസമാധാനത്തിന് കൊതിക്കുകയാണ്. ലോകസമാധാനത്തിനായി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സന്തോഷദിനത്തിൽ യുദ്ധവും സംഘർഷവും സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും സാരമായി ബാധിച്ചിരിക്കുകയാണ്. മഹാവിപത്തായി മാറിക്കഴിഞ്ഞു. മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് ഭീതി പരത്തുകയാണ്. ഇതിന്റെ താഴെ നിരപരാധികളായ സഹോദരങ്ങളാണ് ജീവിക്കുന്നത്. കൊല്ലപ്പെടുന്നതും നിരപരാധികളാണ്. ഗൾഫ് മേഖല ആശങ്കയുടെ കരിനിഴലിലാണ്. എങ്ങോട്ടാണ് ഈ യുദ്ധസാഹചര്യം വികസിപ്പിച്ച് വഷളാക്കുന്നത്? വ്യോമഗതാഗതം മുടങ്ങിയതോടെ നിരവധി നാട്ടുകാരായ സഹോദരങ്ങൾക്ക് ഈദ്ഗാഹിൽ പങ്കെടുക്കാനായില്ല. റമദാൻ നോമ്പിലൂടെ നേടിയെടുത്ത വിശുദ്ധി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ വിശ്വാസികൾക്ക് കഴിയണമെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു. ഈ ശുഭദിനത്തിൽ നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗസയിലെയും പശ്ചിമേഷ്യയിലെയും അതുപോലെ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലുമുള്ള മുസ്ലിം സഹോദരങ്ങൾ വേദന തിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, ദുരിതങ്ങളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ സമാധാനത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ലോക സമാധാനത്തിന് വേണ്ടി നാമും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദുരിതങ്ങളും അവസാനിച്ച് സമാധാനം പുലരുന്ന ഒരു പ്രഭാതം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. മുതിർന്നവരും യുവാക്കളും സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് പേരാണ് ഈദ്ഗാഹിലേക്ക് രാവിലെ നേരത്തെ തന്നെ ഒഴുകിയെത്തിയത്. റമദാനിൽ സംഘടിപ്പിച്ച ഖുർആൻ വിജ്ഞാന ക്വിസ് മത്സരത്തിൽ വിജയികളായ ഷൈമ ഷബീർ, വി പി താഹിർ, ജമീല, പി വി റിസ്വാന, സി കെ അബ്ദുറഹിമാൻ, ആരിഫ ഹുസൈൻ, എ സമീഹ എന്നിവർക്ക് സമ്മാനങ്ങൾ കെ സുബൈർ, കെ ടി അബ്ദുല്ല എന്നിവർ ഈദ്ഗാഹിൽ വെച്ച് സമ്മാനിച്ചു. സൗഹൃദം പങ്കിട്ടും സ്നേഹബദ്ധങ്ങൾ കൈമാറിയും ഈദ്ഗാഹിനോട് വിട പറഞ്ഞത്. പഴകാല പ്രൗഢിയോടെ തന്നെ ചേന്ദമംഗല്ലൂർ അങ്ങാടിയും പെരുന്നാൾ ആഘോഷ പൊലിമയിൽ. അന്നത്തെ കാലത്ത് വാഹനങ്ങളൊന്നും അധികം ആരുടെ കയ്യിലും ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നാട്ടിൽ തന്നെയായി ഉണ്ടായിരുന്നത്. അവർ ടോയ്സ് വാങ്ങാൻ നാട്ടിൽ തന്നെ ചെലവഴിക്കുന്ന ഏർപ്പാടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സർവ്വസാധാരണമായ ടോയ്സുകൾ എല്ലാവർക്കും വിദേശത്ത് എത്തുന്നത് കൊണ്ട് പലരും പ്രവാസികളായതുകൊണ്ട് പലതരം ടോയ്സുകളും ഇപ്പോൾ നാട്ടിലെത്തുന്നത് കൊണ്ട് അതൊന്നും ആർക്കും ഒരു അത്ഭുതമല്ല. ആഹ്ലാദത്തിന്റെ അനർഘ നിമിഷങ്ങൾക്ക് സാക്ഷിയായി വീണ്ടും ഒരു പെരുന്നാൾ ഓർമ്മകൾ സമ്മാനിച്ചാണ് ഈദുൽ ഫിത്ർ ആഘോഷ പരിപാടികൾ വിട പറഞ്ഞത്. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.